പിന്നെ എനിക്കും ഭർത്താവിനും മക്കൾക്കുള്ള ഓണക്കോടി പ്രത്യേകം എടുത്ത് മാറ്റി വെച്ചേക്കണം. അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അല്ല, ഈ ഓണമായിട്ട് നിന്റെ വീട്ടിൽ സദ്യ ഒന്നും ഒരുക്കണ്ടേ? അതവർ അച്ഛനും മക്കളും കൂടി അങ്ങ് ചെയ്തോളും. ഞാനേ എല്ലാരും പോയിന്ന് കണ്ടിട്ട് വരാം. ഒന്നിങ്ങോട്ട് മാറച്ച. എന്താ ആഹാ, ഇതാര് തേങ്ങ തിരുമണേ? ചിപ്സോ? എത്തിയോ? നൂറിൽ 100 മാർക്ക്. നിന്റെ ആഹാരത്തിനോടുള്ള ആർത്തിയൊക്കെ മാറിയോടി? ഓ, അതല്ല മാറി എന്റെ അച്ഛമ്മ. ഇപ്പൊ എന്ത് ആഹാര സാധനവും കാണുമ്പോഴേ എനിക്ക് നോക്കാനിക്കാൻ പറ്റുവാ. അതെന്തായാലും നന്നായി. എടാ മനോജെ, മുമ്പുണ്ടല്ലോ എന്ത് കണ്ടാലും ആരും കാണാതെ ഇസ്കിക്കോട്ട് പോകുന്നോളാ. ഇപ്പൊ ഏതായാലും അതൊക്കെ നിർത്തിയത് നന്നായി. ബാക്കിയുള്ളവർക്ക് സമാധാനമായിട്ട് എന്തെങ്കിലും കഴിക്കാലോ. അപ്പോ ചേച്ചിക്ക് ഹാപ്പി ഓണം. ഓ, പേഴ്സ്. ആ പേഴ്സിനകത്തൊന്നും ഒന്നുമില്ല. എടാ, എന്തോ നോക്കി നിൽക്കുവാ? വൃത്തിയായിട്ടൊന്ന് തിരുമടാ. അലമ്പോട്ടാക്കാടാ. മാതറന്നേ. പച്ചക്കറി അരിഞ്ഞത് എവിടെ? അമ്മേ, സാമ്പാറിനുള്ള കഷ്ണം കൂടെ വേഗം അരിയുമ്പോളെ സമയം വേഗം പോവാ. നീ വെള്ളം ഉണ്ടാക്കാതെ പുറത്തു പോയി കളിച്ചേ. നീ മോളെ, നീയും പുറത്തു പോയി കളിക്കേ. പോ. ചെല്ലു മോളെ. എല്ലാവരും ഒന്ന് മതിയാക്ക്. ഇനിയുള്ള പാചകമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാ. മോളെ വന്നനെ ഓണസദ്യക്കുള്ള ഇലയൊക്കെ ശരിയാക്ക്. പപ്പടം പൊള്ളിക്കാനോ? നാത്തൂനെ, ഇനി ഇതൊക്കെ ഞാൻ ചെയ്തോളാം. എല്ലാവരോടും ഞാൻ പറയുവാ, അവൻ എല്ലാവരും പോയി ഓണസദ്യ ഒന്നാൻ വരാൻ പറ. സദ്യ വിളമ്പുന്നത് ഈ വസന്ത ഒറ്റയ്ക്ക്. ആ ദൗത്യം ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കും. അങ്ങോട്ട് നാത്തൂനെ. അമ്മ പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ. ചെല്ലു. ഓ, എന്റെ വന്ദനെ പോയി ഇല തുടയ്ക്ക്. ചേച്ചി, ഏത് ബ്രാൻഡാ?
അച്ഛനെ അമ്മയെ ഒന്ന് കാണണം. ഏതായാലും അവരെ അമ്പലത്തിൽ വരാതിരിക്കില്ലല്ലോ. ഒളിഞ്ഞു നിന്നിട്ടാണെങ്കിലും എനിക്ക് അവരെ ഒന്ന് കാണണം. പാവം എന്നെ ഓർത്ത് നീറി കഴിയായിരിക്കും.